നമസ്കാരം. ദാരിദ്ര്യം മാറാൻ അഷ്ടലക്ഷ്മി സ്തോത്രം ജപിക്കാം. ധനധാന്യ ധൈര്യ ശൗര്യ വിദ്യ കീർത്തി വിജയരാജ ലക്ഷ്മിമാരാണ് 8 ലക്ഷ്മിമാര്, അഷ്ടലക്ഷ്മിമാര് എന്ന് നമുക്കറിയാം. ഈ അഷ്ടലക്ഷ്മിമാരെ നമ്മൾ ജപിക്കുന്നത് കൊണ്ടും ഉപാസിക്കുന്നത് കൊണ്ടും അഷ്ടലക്ഷ്മി സ്തോത്രം ജപിക്കുന്നത് കൊണ്ട് നമുക്ക് സാമ്പത്തിക ദാരിദ്ര്യം മാറാനായിട്ട് സാധിക്കും. ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ദിവസം കൊണ്ടല്ല, കുറച്ച് നാളുകൾ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ 21 മുതൽ 90 ദിവസം വരെ നമ്മൾ ഏതൊരു ദേവതയെ ഉപാസിച്ചാലും തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. ഇതിൽ പറയുന്നത് ധനുമാസം 1-ാം തീയതി മുതൽ മകരമാസം 15-ാം തീയതി വരെയുള്ള 1.5 മാസക്കാലം. കറക്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് അങ്ങനെയാണ്. അഷ്ടലക്ഷ്മി മന്ത്രം ജപിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ധനുമാസം 1-ാം തീയതി മുതൽ മകരം 15 വരെയുള്ള 1.5 മാസക്കാലം നമുക്ക് ഈ ധനലക്ഷ്മി മന്ത്രം ജപിക്കാം. ധനലക്ഷ്മി മന്ത്രം എന്ന് പറയുന്നത് ഇതാണ്: നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമസ്തുതേ. ഇതാണ് മന്ത്രം, അഷ്ടലക്ഷ്മി മന്ത്രം. ഈ മന്ത്രം വടക്കോട്ട് തിരിഞ്ഞിരുന്ന് കാലത്താണ് ജപിക്കേണ്ടത്. അത് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗം എവിടെയാണോ അവിടത്തേക്ക് തിരിഞ്ഞിരുന്ന് നെയ്വിളക്ക് കൊളുത്തി വെച്ചിട്ട്, നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്ത, എണ്ണ ഒഴിച്ചല്ല, നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തിയിട്ട് സുഗന്ധദ്രവ്യങ്ങൾ, അഷ്ടഗന്ധം പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഏതെങ്കിലും കത്തിച്ച് വെച്ച് ഈ മഹാലക്ഷ്മി അഷ്ടകം രാവിലെയും വൈകുന്നേരവും നമ്മൾ എത്ര തവണ എന്ന് പറയുന്നില്ല, 18 മിനിറ്റ് ചൊല്ലുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു പ്രാവശ്യം ചൊല്ലി, 2 പ്രാവശ്യം ചൊല്ലി, അപ്പോൾ 18 മിനിറ്റ് സമയം നോക്കിയിട്ട് വേണം ചൊല്ലാനായിട്ട്. ഇത്ര തവണ എന്ന് നമ്മൾ ഏതൊരു മന്ത്രം ഇത്ര ഉരു എന്ന് പറയുന്നുണ്ട്, ഇത് നമ്മൾ ഉരു പറയുന്നില്ല. 18 തവണ നമ്മൾ ജപിച്ചാൽ മതി. നമസ്തേസു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമസ്തുതേ. ഇത് 18 മിനിറ്റ് വീതം ചൊല്ലുക. ഇത് ചൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം അനുദിനം വർദ്ധിക്കുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് വ്രതം പാലിക്കണം, മത്സ്യമാംസങ്ങൾ ഉപേക്ഷിക്കണം, സസ്യാഹാരങ്ങൾ മാത്രം കഴിക്കുക, വ്രതശുദ്ധി ഉണ്ടായിരിക്കണം, അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കണം, പ്രചരണമൊന്നും കൂടാതെ. ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് വരുമാനമേ ഉള്ളൂ, അല്ല കുറേ കൂടുതൽ വരുമാനമുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. വരുമാനത്തിൻ്റെ 8/1 ദരിദ്രർക്ക് അന്നദാനമായിട്ട് കൊടുക്കുക. 8/1 വരുമാനം, ഇപ്പോൾ 10 രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് 8/1, 10/1 അല്ല 8/1 നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് ദരിദ്രർക്ക് ഉപകരിക്കുമാറ് കൊടുക്കുക, ചിലവാക്കുക. ദിവസത്തിൽ ഒരു നേരമെങ്കിലും, ഇപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ ഉള്ള കാലമാണ്, ഒരു നേരം 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ മേശപ്പുറത്തിരുന്നാണ്. ഒരു നേരമെങ്കിലും വീട്ടിൽ താഴെ ഇരുന്ന് ചമ്രം പടിഞ്ഞിരുന്ന് പായയോ എന്തെങ്കിലും ഇട്ടിട്ട് പലകയോ എന്തെങ്കിലും ഇട്ടിട്ട് നിലത്തിരുന്ന് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാം. പിന്നെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ അഷ്ടലക്ഷ്മി സ്തോത്രം ദിവസവും നമ്മളിപ്പം പറഞ്ഞ പ്രകാരം ജപിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദാരിദ്ര്യങ്ങൾ കുറേശ്ശെയായിട്ട്, സാമ്പത്തിക ദാരിദ്ര്യം കുറേശ്ശെയായിട്ട് ഒഴിഞ്ഞു മാറും. അത് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന ആ 1.5 മാസക്കാലം 7 ലക്ഷ്മിമാരെ നമുക്ക് ക്രമമനുസരിച്ച് ഭജിക്കാം. ആദ്യത്തെ 1.5 മാസം നമ്മളിപ്പോൾ ഈ പറഞ്ഞ അഷ്ടലക്ഷ്മി മന്ത്രമാണ് നമ്മൾ ജപിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും 1.5 മാസം ഉണ്ടല്ലോ, മകരം 15 വരെ നമ്മൾ ജപിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്ന സമയമുണ്ടല്ലോ, ആ സമയം, അതായത് മകരം 16 മുതൽ നമുക്ക് കുംഭമാസം അവസാനം വരെ നമുക്ക് ധ്യാനലക്ഷ്മിയെ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഭജിക്കാം. പക്ഷാന്തര ലക്ഷ്മി ഭജന എന്താണ് പറയാം. അപ്പം അങ്ങനെ ഓരോ രീതിയിലും നമുക്ക് ബാക്കിയുള്ള 1.5 മാസം പക്ഷാന്തര ലക്ഷ്മി ഭജനം, ധനലക്ഷ്മി മന്ത്രം, ധാന്യലക്ഷ്മി മന്ത്രം, ധൈര്യലക്ഷ്മി മന്ത്രം, ശൗര്യലക്ഷ്മി മന്ത്രം, വിദ്യാലക്ഷ്മി മന്ത്രം, ഇങ്ങനെ ഓരോ മന്ത്രങ്ങളായിട്ട് നമുക്ക് ജപിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇത് ജപിച്ച് നിങ്ങളുടെ ഈ പറയുന്ന അഷ്ടലക്ഷ്മി മന്ത്രം ജപിച്ച് നിങ്ങളുടെ ദാരിദ്ര്യവും സമ്പത്തിൻ്റെ ആ ദാരിദ്ര്യവും കഷ്ടപ്പാടും നമുക്ക് മാറ്റാൻ പറ്റും. കീർത്തിലക്ഷ്മി മന്ത്രമുണ്ട്, വിജയലക്ഷ്മി മന്ത്രം, രാജലക്ഷ്മി മന്ത്രം. ഇത്രയും മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുകയും നിരന്തരം ഈ പറയുന്ന 1.5 മാസക്കാലം ഇതിന് ഉപാസിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പറയുന്ന 1.5 to 1.5 + 3 മാസക്കാലം നിങ്ങൾക്ക് എന്തായിരിക്കണം,
ശരിക്കും സസ്യാഹാരം മാത്രം കഴിച്ച് വ്രതം പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ അഷ്ടലക്ഷ്മി മന്ത്രത്തെ ഉപാസിക്കാനായിട്ട്.